നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കൊല്ലം കടയ്ക്കലിൽ CPM കോൺഗ്രസ് സംഘർഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നേ കുറേ വീഡിയോകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാരും CPM ഒക്കെ ഇങ്ങനെ അക്രമസക്തരായിട്ട് ഇങ്ങനെ മാറുന്നൊരു ഇതുണ്ട്. CPM കൂടുതലും മാറുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റെന്നൊക്കെ പറയുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. എങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഓഫീസൊക്കെ CPM പ്രവർത്തകരെ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാൻ CPM കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ആൾക്കാർ ഒരു ഇതുണ്ടാവണം. പണ്ടത്തെയൊക്കെ പോലെ CPM സംബന്ധിച്ച് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അക്രമം അഴിച്ചു വിടുകയും അതുപോലെ തന്നെ ചില ചില ചെയ്യാൻ പറ്റാത്ത പല പ്രവർത്തികളും CPM ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത് പിണറായിക്ക് ഒരു ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരാക്രമത്തിലാണ് അവർ. ഇനി അതല്ലെങ്കിൽ ഉള്ള സീറ്റെല്ലാം പോയി അങ്ങ് ഒതുങ്ങിപ്പോകുമോ എന്നുള്ളൊരവസ്ഥയിലുണ്ട്. കാര്യം ഇന്ത്യയിൽ വേറെ എങ്ങും ഈ സാധനം ഇല്ല. ആകെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. അവരുടെ ഒരു ചക്രശ്വാസം വലിയുടെ ഭാഗം കൂടിയാണിത്. നമ്മൾ എല്ലാം പ്രതീക്ഷിച്ചിരിക്കണം. കോൺഗ്രസിൻ്റെയും BJPയുടെയും അതുപോലെ തന്നെ CPM സാധാ പ്രവർത്തകരുണ്ടല്ലോ, നേതാക്കന്മാരല്ല, സാധാരണപ്പെട്ട പ്രവർത്തകർ. നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ നല്ലതാണ്. ഇവന്മാർ തന്നെ ചാമ്പിയിട്ട് അവസാനം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആൾക്കാരുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഈ പ്രവർത്തകർക്കല്ല CPM നേതൃത്വത്തിനുണ്ട്. എന്തായാലും ഈ കാര്യം ഒന്ന് വീഡിയോയിലൂടെ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാര്യം ഇലക്ഷൻ അടുക്കും തോറും ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. കടയ്ക്കലിലെ പ്രശ്നം ഏതാണ്ട് ഒരുവിധം സംഘർഷം അയവ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പെട്ടെന്ന് തന്നെ അവിടുത്തെ സംഘർഷം മാറട്ടെ. ഓക്കെ, നല്ലൊരു വീഡിയോ ഇനിയും കാണാം. ജയ് ഹിന്ദ്.